ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ചോറിനൊപ്പം വേറെ ഒരു കറികളില്ലെങ്കിലും ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കണം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ശർക്കര എൻ്റെ കയ്യിൽ ശർക്കര പൊടി ഉണ്ടല്ലോ അതാണ്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ 1 സ്പൂൺ നിറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പൈനാപ്പിൾ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 പിടി തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പൈനാപ്പിൾ അരിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ പിടി ഒരു പൈനാപ്പിൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ അരപ്പിൻ്റെ കൂട്ടത്തിലിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് അതും കൂടി ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കടുക്. ആദ്യമേ കടുക് അതിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെന്ത പൈനാപ്പിളിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പൈനാപ്പിൾ പച്ചടി ഇപ്പോൾ തന്നെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ തൈര് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം പൈനാപ്പിളിൽ പുളിപ്പുണ്ട്, പിന്നെ മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലൊരു താളിപ്പും കൂടെ ആയിക്കഴിഞ്ഞാൽ പൈനാപ്പിൾ പച്ചടി ഓക്കെയാണ്. അപ്പോൾ തൈര് ചേർക്കണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മളിത് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഇതൊന്ന് ചെറുതായിട്ട് ആ തിളയൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ പച്ചടി പെട്ടെന്ന് പിരിഞ്ഞു പോവും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആ ഒരു തിളയൊക്കെ മാറി ചെറിയൊരു ചൂടിൽ മാത്രമായിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പച്ചടിയിലേക്ക് ഈ ചൂടോടെ തന്നെ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ അത് ഒഴിച്ച ഉടനെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം തിളച്ച എണ്ണയാണല്ലോ. അപ്പോൾ തൈര് ഒഴിച്ചത് കൊണ്ട് തന്നെ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ്, ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.